തുടങ്ങിയിരിക്കുന്നു. ചിലരൊക്കെ കേക്ക് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ അടുത്ത മാസം ക്രിസ്മസ് ആണ്. അപ്പോൾ നമ്മൾക്കൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ? ക്രിസ്മസിന് വേണ്ടി ഒരു ചിക്കൻ സ്റ്റൂ. ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തത് ഒരു 600 ഗ്രാം ഉണ്ട്. ഇത് ഞാൻ നല്ലതുപോലെ വിനാഗിരിയും ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ച് അതിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച് വീണ്ടും കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പച്ചമുളക് 4 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 2 തണ്ട് കറിവേപ്പില, 1 സവാള അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുക്കാം അല്ലെങ്കിൽ കുഞ്ഞായി അരിഞ്ഞെടുക്കാം, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല 1 ടീസ്പൂൺ, ഗ്രാമ്പ് ഒരു 8-9 എണ്ണം, ഏലക്ക 3 എണ്ണം, കുരുമുളക് ചതച്ചെടുത്തത് 1 ടീസ്പൂൺ, ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതായി ഒടിച്ചെടുത്തത്, 1 തക്കോലം, 3 ചെറിയ ഉരുളക്കിഴങ്ങ്, 3 ചെറിയ ക്യാരറ്റ്. ഞാനിവിടെ 1 നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ആ 1 നാളികേരത്തിൽ നിന്നും 2 ഗ്ലാസ് 2-ാം പാല്, 1 ഗ്ലാസ് 1-ാം പാൽ, പിന്നെ കുറച്ച് റൈസിൻസ്, കുറച്ച് കാഷ്യൂനട്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് എണ്ണ. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് പീൽ ചെയ്തെടുക്കാം. നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അരിഞ്ഞെടുത്തു. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അല്പം വെള്ളവും ഒഴിക്കാം. ഇപ്പോൾ 1 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റീം കുത്തിക്കളയാം. അതിനുശേഷം കുക്കർ തുറക്കാം. ഇപ്പോൾ സ്റ്റീം കംപ്ലീറ്റ് പോയി. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ മതി. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് അല്പം വെള്ളം മാത്രമേ ഇതിലൊഴിക്കേണ്ടൂ. ഇനി ഒരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഡാൽഡ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ സ്ഥിരമായിട്ട് ഡാൽഡയാണ് ഇടാറ്. അപ്പോൾ അതിൽ കാഷ്യൂനട്ട് കിസ്മിസൊക്കെ വറുത്തെടുക്കുമ്പോഴും ഒരു പ്രത്യേക നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മളുടെ സ്റ്റൂവിന്. അതുകൊണ്ടാണ് ഞാൻ ഡാൽഡ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട്
വറുത്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് റൈസിൻസ് ഇട്ട് വറുത്തെടുക്കാം. റൈസിൻസ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പട്ട, തക്കോലം, ഗ്രാമ്പ്, ഏലക്ക നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അല്പം വേപ്പിലയും ഇടാം. ഇനി ഇതിലേക്ക് കുരുമുളക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചതും കൂടി ഇടാം. ഇപ്പോൾ സവാളയും പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി എല്ലാം നന്നായി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്ന് അതിൻ്റെ സ്റ്റീം കഴിഞ്ഞപ്പോൾ തുറന്നു. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇടാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിക്കുന്നതിൽ മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിട്ടത്. ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലിട്ടിരിക്കുന്ന പൊട്ടറ്റോയിൽ കുറച്ച് എടുത്ത് സ്മാഷ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെറുതായി പ്രസ് ചെയ്ത്. എല്ലാ പൊട്ടറ്റോയും ചെയ്യേണ്ട, അങ്ങനെ കുറച്ച് ഒരു 3-4 കഷ്ണം എടുത്തിട്ട് ഒന്നിങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടാം പാല് നമ്മൾ നേരത്തെ ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ ഇത് നന്നായി വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഇത് തിളയ്ക്കാൻ ഇടവരരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റൈസിൻസ്, കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി
ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ജുലീനാസ് കിച്ചൻ്റെ ഈ ചിക്കൻ സ്റ്റൂ ക്രിസ്മസിന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.